ഓക്കെ, നമസ്കാരം. ഞാൻ സുധീഷ് സദാശിവൻ. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും നാളത്തേക്കുള്ള ഒരു വ്യൂസ് ആണ്. ഇതൊരു പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നമ്മൾ നമ്മുടെ ഒരു ലെവൽസ്, നമ്മുടെ ഒരു വ്യൂസും കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. ആ, ഞാൻ പേഴ്സണലി നോക്കുന്നത് പ്രൈസ് ആക്ഷൻസ്, അതുപോലെ തന്നെ വളരെ അഡ്വാൻസ് ലെവലായിട്ടുള്ള മാർക്കറ്റ് പ്രൊഫൈൽ, അതുപോലെ തന്നെ ഓർഡർ ഫ്ലോ കാര്യം, ആ ഒരു ചാർട്ടിൽ എന്താണ് നമ്മൾ ഒരു ഇൻഡിക്കേഷൻ, നമുക്ക് ആ ഒരു മാർക്കറ്റിന്റെ ഒരു ബിഹേവിയർ ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. ഓക്കെ. അപ്പം ഇന്നിപ്പം നമ്മുടെ ഗ്രൂപ്പ് വാച്ച് ചെയ്തവർക്ക് നമ്മൾ രാവിലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു ക്യാനിൽ തന്നെ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഒരു ചാർട്ട് നോക്കുന്നവർക്ക്, അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഒരു ഡേറ്റ റീഡ് ചെയ്യുന്നവർക്ക് ഇന്നത്തെ ആദ്യത്തെ ഒരു ഫസ്റ്റ് ക്യാനിൽ തന്നെ ഒരു ക്ലിയർ ആയിട്ടൊരു കാര്യം മനസ്സിലാവും. കാരണം ഇത് ഇന്നത്തെ നിഫ്റ്റിയുടെ ഒരു ഡേ ലോ ആണെന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആണ്. കാരണം അത് ഒരു നല്ലൊരു എന്താണ്, ഒരു അപ്സൈഡിലേക്ക് ഒരു അപ്സൈഡ് ചാൻസ് ഉള്ള ഒരു ഒരു ഫസ്റ്റ് ഇൻഡിക്കേഷൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അത് മാർക്കറ്റ് പ്രൊഫൈല് മനസ്സിലാക്കുന്നവർക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം അതിനെ ബേസ് ചെയ്ത് നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. എന്താണ്, ഇപ്പം നിഫ്റ്റിയിൽ നല്ല രീതിയിൽ വോളിയം ബൈ സൈഡിലേക്ക് വോളിയം കയറുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ വാട്സപ്പ് ചാനലുണ്ട്, അതുപോലെ ടെലിഗ്രാം ചാനലുണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്നത് എപ്പോഴും വാട്സപ്പ് ഗ്രൂപ്പിലാണ്. അപ്പം നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ലിങ്ക് ഇതിൽ കൊടുക്കാം. അപ്പൊ അതിൽ ജസ്റ്റ് ജോയിൻ ചെയ്യാം. അപ്പൊ അതുപോലെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് നമ്മൾ ടെലിഗ്രാമിലും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിലൊക്കെ നമ്മൾ ആക്റ്റീവ് ആയിരിക്കും. അപ്പം ഈ ഒരു ലെവൽ മാർക്കറ്റ്, ഈ ലെവൽ മാർക്കറ്റ് ഇങ്ങനെ ഒരു ബൈ സൈഡ് വന്ന സമയത്ത് നമ്മുടെ ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്, നിഫ്റ്റിയിൽ ഒരു നല്ല വോളിയം ബൈ സൈഡിലേക്ക് വരുന്നുണ്ട്. പക്ഷെ എന്താണ്, അത് സസ്റ്റെയിൻ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പം ഗ്രൂപ്പ് വാച്ച് ചെയ്തവർക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം 24,700 ലെവലെത്തിയ സമയത്ത് നമ്മൾ ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഒരു റിവേഴ്സൽ ചാൻസ് ഉണ്ടെന്ന്. അപ്പൊ അതുപോലെ തന്നെ എന്താണ്, മാർക്കറ്റ് ആ ഒരു ലെവലിൽ എന്ത് ചെയ്തു, നേരെ താഴേക്ക് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഇവിടുന്ന് നമുക്കൊരു എൻട്രി ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നലെ ഈ ഒരു ലെവലൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 24,700 ലെവലൊക്കെ നമ്മൾ മെൻഷൻ, ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം, ആ ഒരു ലെവൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ, അതുപോലെയാണ് എന്ത് ചെയ്യുന്നത്, നേരെ എന്ത് ചെയ്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡേ ലോ ആണ്. പക്ഷെ അവിടെ വരെ വന്നില്ല മാർക്കറ്റ്. 24,615 വരെ വന്നിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് അവിടുന്ന് മുകളിലോട്ട് മൂവ് ചെയ്തു. എഗെയിൻ എന്താണ്, മാർക്കറ്റ് 24,730 ലെവൽ, ഈ ഒരു ക്യാൻഡലില് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 24,730 മുകളിൽ എന്താണ്, നിഫ്റ്റിയിൽ ഒരു സ്മോൾ അപ്സൈഡ് മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലിനകത്തു നിന്ന് എന്താണ്, നമുക്ക് അതിനകത്തൊരു ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെവലിൽ ഒരു നിഫ്റ്റി ഒരു അപ്സൈഡ് ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടിയത്. അപ്പൊ അതിനെ ബേസ് ചെയ്താണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്ത്, നേരെ മാർക്കറ്റ് എന്ത് ചെയ്ത്, ആ ഒരു 24,730 ലെവലിൽ നിന്ന് എന്ത് ചെയ്ത, നേരെ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തു. ഏകദേശം ഒരു 24,845 വരെ മാർക്കറ്റ് മൂവ് ചെയ്തു. അപ്പൊ ഇതൊക്കെ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇതിലൂടെ ഷെയർ ചെയ്യുന്ന ലെവൽസിന് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കാരണം നമ്മൾ ലൈവ് മാർക്കറ്റിൽ പല കാര്യങ്ങളും പുതിയതായിട്ട് ചില കാര്യങ്ങൾ വരുന്ന സമയത്തൊക്കെ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പം നമുക്ക് നാളത്തേക്ക്, അപ്പൊ അതുപോലെ നമ്മൾ ഇന്നലെ നമ്മൾ ഷെയർ ചെയ്ത സ്റ്റോക്സ് നോക്കുവാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് ഒന്നും മാച്ച് ആയിട്ടില്ല. അപ്പം നമ്മൾ സ്റ്റോക്സിന്റെ കാര്യങ്ങൾ, നമ്മൾ ഇപ്പം ഇതിൽ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ ഷെയർ ചെയ്യുന്ന സ്റ്റോക്കിൽ നമ്മളൊരു ലെവൽ പറയുമ്പോൾ ആ ഒരു ലെവലിന് മുകളിലായിട്ട് ഓപ്പൺ ചെയ്യണം. അതുപോലെ തന്നെ ഡൗൺ സൈഡിലേക്ക് പറയുന്ന സമയത്ത് എന്താണ്, നമ്മളൊരു ലെവലിന് താഴെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നേരെ ആ ഒരു ലെവലിന് താഴെയായിട്ടായിരിക്കണം മാർക്കറ്റിന്റെ ഓപ്പണിംഗ്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ട്രെൻഡ് നമ്മൾ നോക്കുക. അതായത് ഇപ്പൊ നമ്മൾ ഒരു ഡൗൺ സൈഡിലേക്ക് ഒരു ചാൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിഫ്റ്റി മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നിഫ്റ്റിയും എന്താണ്, നമ്മൾ ഏത് സ്റ്റോക്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ഏതെങ്കിലും ഒരു ഇക്വിറ്റിയിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇൻഡെക്സ്, മെയിൻ ഇൻഡെക്സ് ആയാലും നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയുടെ ഒക്കെ ഒരു ബിഹേവിയർ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതൊക്കെ നോക്കി ഇപ്പൊ നമ്മൾ ഇതിലൂടെ ഷെയർ ചെയ്യുന്ന നമ്മുടെ ഒരു വ്യൂസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടീഷൻസും നിങ്ങളുടെ സ്ട്രാറ്റജീസും നിങ്ങളുടെ ഉള്ള മാർക്കറ്റ് നോളജൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ ഒരു കൺവിക്ഷൻ നിങ്ങൾക്ക് കിട്ടും. അത്രേ ഉള്ളൂ. അപ്പം ഇത് നോട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ലെവൽ പറയുമ്പോൾ ആ ഒരു ലെവലിന് മുകളിലായിട്ട് മാർക്കറ്റ് ക്രോസ് ചെയ്ത് പോകാനായിട്ട് പാടില്ല. അപ്പം ഡൗൺ സൈഡിലേക്കാണെങ്കിൽ ആദ്യത്തെ ക്യാൻഡിൽ എന്താണ്, ഈ ഒരു ലെവലിന് താഴെ ആയിരിക്കണം, ഒരു റെഡ് ക്യാൻഡിലൊക്കെ ക്ലോസ് ചെയ്യണം. ഓക്കെ. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂസ് മാത്രമാണ്. ഓക്കെ. നാളത്തേക്ക് ഇന്നിപ്പോ നമ്മൾ മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നിഫ്റ്റി കഴിഞ്ഞ കുറെ ദിവസമായിട്ട് എന്താണ്, ഒരു ഡൗൺ സൈഡ് ചെറിയൊരു കറക്ഷൻ നിഫ്റ്റി നടത്തുകയായിരുന്നു. അപ്പം ട്രെൻഡ് റിവേഴ്സ് ആയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇന്ന് ചെറിയൊരു ബൈയിങ് സ്ട്രെങ്ത് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ നാളത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതായത് നാളത്തെ ലെവൽസ് എന്ന് പറയുന്നത്, നിഫ്റ്റി
ഇപ്പം നിഫ്റ്റിയുടെ ഒരു മേജർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു 24,800 മുതൽ 24,775 വരെയുള്ള ലെവൽ എന്താണ് നിഫ്റ്റിയുടെ ഒരു റെസിസ്റ്റൻസ് ആണ്. അപ്പൊ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ആ ലെവൽ ക്രോസ് ചെയ്യണ മാർക്കറ്റ് താഴേക്ക് പോയത്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഈ ലെവൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് മാർക്കറ്റ് ഒരു 24,500 ലെവലിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ ഇന്ന് ലെവൽ എന്താണ് മാർക്കറ്റ് തിരിച്ച് ആ ഒരു മേജർ ലെവലിൽ മാർക്കറ്റ് ക്രോസ് ചെയ്ത് അതിന്റെ മുകളിലാണ് മാർക്കറ്റിന്റെ ക്ലോസിംഗ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നാളെ ചിലപ്പോൾ ഇതിന്റെ മുകളിലൊക്കെ 24,800 മുകളിലൊക്കെ നമുക്കൊരു ഓപ്പണിംഗ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. നാളത്തെ പ്രൈസ് ആക്ഷൻസും ഓപ്പണിങ്ങിനെയൊക്കെ ബേസ് ചെയ്താണ് അതിന്റെ ഒരു മൊമെന്റോ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇവിടുന്ന് ഇതെന്താണ് ഈ ഒരു ലെവൽ എന്താണ് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത്, അതായത് 24,800 മുതൽ 24,775 വരെയുള്ള ലെവൽ നിങ്ങളത് മാർക്ക് ചെയ്യാം. 24,800 മുതൽ 24,775 വരെയുള്ള ലെവൽ എന്താണ് നിഫ്റ്റിയില് ഇപ്പോഴത്തെ ഒരു പ്രൈസ് ആക്ഷൻ പ്രകാരം നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എന്താണ് ഇവിടുന്ന് മാർക്കറ്റ് ഒരുപക്ഷെ ഇവിടൊക്കെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ലെവലാണ് 24,900 എന്ന് പറയുന്ന ലെവല്. ഇത് അത്ര ഇമ്പോർട്ടന്റ് ലെവലൊന്നും അല്ല, ചെറിയൊരു ലെവലാണ്. മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് 25,000 എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് ഒരു സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ 25,000 ലെവൽ എന്നത് സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അവിടെ നിന്നൊരു റിവേഴ്സൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് അടുത്ത ദിവസം ഒരു മാർക്കറ്റ് ബിഹേവിയർ നോക്കി മാത്രം നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഈ ലെവൽ എന്താണ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. 25,000 ലെവൽ എന്ന് പറയുന്നത് ടാർഗറ്റ് ആണ്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നിഫ്റ്റിയിൽ ചെറിയൊരു ഗ്യാപ്പ് ഏരിയ ആണ്. ഇവിടെ ഒരു ഗ്യാപ്പ് കാണാൻ പറ്റുന്നത് 24,990 മുതൽ 25,046 വരെ ലെവൽ എന്താണ് ഒരു ഗ്യാപ്പാണ്. ഇപ്പൊ ഒരുപക്ഷെ മാർക്കറ്റ് മുകളിലോട്ട് ഈ ഒരു ലെവല് ഗ്യാപ്പിന്റെ ബോർഡർ എന്തായിട്ട് ആക്ട് ചെയ്യും. ഇത് നമുക്ക് ഗ്യാപ്പാണ്. അപ്പൊ ആ ഒരു ഗ്യാപ്പിന്റെ ബോർഡർ എന്തായിട്ട് ആക്ട് ചെയ്യും മാർക്കറ്റിൽ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. ഓക്കെ. അപ്പം ഒരുപക്ഷെ മാർക്കറ്റ് ഈ ലെവല് മാർക്കറ്റ് മുകളിലോട്ട് അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഗൈൻ മാർക്കറ്റ് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് ഫില്ലിങ്ങിൽ നമുക്ക് വേണമെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്ന ഈ ഒരു POC ലെവലാണ്. ഇത് നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലിൽ നിന്ന് നമ്മളത് ഈ ഒരു സ്പോട്ട് ചാർട്ടിലേക്ക്, അതായത് ട്രേഡിംഗ് വ്യൂവിന്റെ ചാർട്ടിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തതാണ്. അപ്പൊ അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് മുകളിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 25,070 ലെവല് നമ്മൾ മസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇവിടെ ഒരു നിഫ്റ്റിയുടെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ഇപ്പോഴത്തെ ഒരു ലെവൽ ഈ ഒരു ലെവൽ ആക്ട് ചെയ്യും. 24,070 ലെവല് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. 24,070 മുതൽ 24,100 വരെയൊക്കെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം. കാരണം അത് നിഫ്റ്റി ക്രോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ്. അപ്പൊ അതിന്റെ റീസൺ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പം ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലെവൽ നോട്ട് ചെയ്യുക. അപ്പം അത് കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ലെവലാണ്. 24,070 മുതൽ 25,070 മുതൽ 25,100 വരെയുള്ള ഏരിയ കുറച്ചൊരു സ്ട്രഗിൾ ചെയ്യുന്ന ലെവലാണ്. മുകളിലോട്ട് പോകാനായിട്ട് ഒരു റെസിസ്റ്റൻസ് എടുക്കാൻ ചാൻസ് ഉള്ള ലെവലാണ്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ പിന്നെ ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു 25,140 ലെവലാണ്. കാരണം മാർക്കറ്റ് താഴേക്ക് വന്നത്, അതായത് നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെയാണ് ഒരു സിംഗിൾ പ്രിന്റ് മാർക്കറ്റ് ഉണ്ട്. അതായത് സ്മാർട്ട് മണി ആക്ടിവിറ്റി ഇവിടെ ഉണ്ട്. ഇവിടുന്നാണ് ഈ ഒരു സ്മാർട്ട് മണി ആക്ടിവിറ്റി, അതായത് ഡൗൺ സൈഡിലേക്കുള്ള ഒരു സ്മാർട്ട് മണി ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു സിംഗിൾ പ്രിന്റിലാണ്. അതാണ് നമ്മൾ ഈ ഒരു ലെവൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. ഓക്കെ. അപ്പം ഈ 25,140 ലെവൽ നമ്മൾ കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ് 25,200 മുതൽ 25,250 വരെയുള്ള ലെവൽ എന്താണ് ഒരു മേജർ റെസിസ്റ്റൻസ് ഏരിയ ആണ് നിഫ്റ്റിയിൽ. എന്തായാലും നമ്മൾ അടുത്ത ദിവസം നാളെ എന്തായാലും മാർക്കറ്റ് ഈ ലെവലിലേക്ക് വരാൻ ചാൻസ് ഇല്ല. ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് മാർക്കറ്റിൽ ഒരു ട്രെൻഡ് റിവേഴ്സ് ആയി നമുക്ക് പറയാനായിട്ട് പറ്റില്ല. എങ്കിലും ബൈ സൈഡിൽ 24,800 മുകളിലായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു അപ്സൈഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ഡൗൺ സൈഡിലേക്കാണെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു ലെവലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് 24,740 താഴെയാണ് ഒരു ഡൗൺ സൈഡ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ മാർക്കറ്റ് ഇതിനകത്ത് എവിടെയെങ്കിലും ഓപ്പൺ ചെയ്യും, അല്ലെങ്കിൽ ഇതിന്റെ താഴെയായിട്ട് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ എഗെയിൻ എന്ത് ചെയ്യും മാർക്കറ്റ് നേരെ താഴേക്ക് ഈ ഒരു ലെവലിൽ എത്താനുള്ള പോസിബിലിറ്റിയാണ്. 24,600 വരെ ഏരിയയിൽ നിഫ്റ്റി എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും 24,800 താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി ഹൈ ആണ്. ഓക്കെ. ഇനിയിപ്പോ നമ്മള് നേരെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ
അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഓൾറെഡി ഡിസ്കസ് ചെയ്ത ലെവലാണ് ഈ ഒരു ലെവൽ, അതായത് 56,200 മുതൽ 56,300 വരെയുള്ള ലെവൽ എന്താണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു മേജർ റെസിസ്റ്റൻസ് ഏരിയ, ഒരു റെസിസ്റ്റൻസ് സോൺ ആണ് അല്ലെ. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഈ ലെവൽ താഴേക്ക് ക്രോസ് ചെയ്യുമ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഇവിടെ നെക്സ്റ്റ് ഒരു ടാർഗറ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. അപ്പൊ ഇന്നെന്താണ് മാർക്കറ്റ് ആ ഒരു ലെവലിനുള്ളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ നാളെ എന്താണ് മാർക്കറ്റ് ഇതിന്റെ മുകളിലൊക്കെ ഓപ്പണിംഗ് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മാർക്കറ്റ് ഒരു അപ്സൈഡ്, നിഫ്റ്റിയും ഇതുപോലെ മൂവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും നമുക്കൊരു അപ്സൈഡ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പി ഒ സിയുടെ മുകളിൽ എൻട്രി എടുക്കുന്നതാണ് കുറച്ചുകൂടെ സേഫ്. അതായത് 56,350 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാല് ബാങ്ക് നിഫ്റ്റി ഈ ഒരു റേഞ്ച് വരെ എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. 56,570 വരെയുള്ള ലെവലിലേക്ക് ബാങ്ക് നിഫ്റ്റി എത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആ 56,580 മുതൽ 56,624 വരെയുള്ള ഏരിയ എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അതിന് മുകളിലായിട്ട് നമ്മൾ നോട്ട് ചെയ്ത ലെവൽ എന്ന് പറഞ്ഞ ഈ ലെവലാണ്, 56,850 ലെവലാണ്. അപ്പം ബാങ്ക് നിഫ്റ്റിയിലും ഈ ഒരു ലെവലിൽ നിന്നാണ്, ഇവിടെ ഒരു സിംഗിൾ പിൻ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ലെവലിൽ നിന്നാണ് സ്മാർട്ട് മണി ആക്ടിവിറ്റി വന്ന് മാർക്കറ്റ് മുകളിൽ താഴേക്ക് വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലെവല് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അപ്പൊ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഈ ലെവലിലേക്ക് വരാനുള്ള ചാൻസ് ഇല്ല. എങ്കിലും എന്തെങ്കിലും മാർക്കറ്റ് മുകളിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽസ് നമ്മൾ മൈൻഡിൽ വെക്കുക. അതുപോലെ പുതിയ ഒരു ബിഗിനേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ലെവൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ചാർട്ടിൽ, ട്രേഡ് വ്യൂവിന്റെ ചാർട്ടിൽ ക്ലിയർ ആയിട്ട് ഡ്രോ ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലൈവ് മാർക്കറ്റ് ടൈമിൽ നമുക്കത് വളരെ യൂസ്ഫുൾ ആവും. അപ്പൊ നിങ്ങൾ ഇതൊരു പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ട് എടുക്കുക. നിങ്ങൾ നിങ്ങളുടെ സെറ്റപ്പും സ്ട്രാറ്റജീസും അതുപോലെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചുള്ള കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി വേണം ട്രേഡ്സിലേക്ക് എൻ്റർ ആവാനായിട്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം ഇനി എന്തെങ്കിലും നമ്മൾ ഏതാണ് പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ഒന്ന് രണ്ട് ഒരു ലൈവ് സെഷൻസ് സൂം ത്രൂ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ എടുക്കാറുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എന്താണ് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.